ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇൻഷാ അള്ളാ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും, നമ്മുടെ പുണ്യ റബീഉൽ അവ്വൽ മാസം വന്നെത്തിയിട്ടുണ്ടല്ലേ. റബീഉൽ അവ്വൽ എന്ന് പറയുന്ന സമയത്തിന് നമുക്ക് ഒരുപാട് പാട്ടുകളും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് ഗാനങ്ങളും ഒരുപാട് സ്വലാത്തുകളും അതുപോലെ തന്നെ മറ്റ് നേർച്ചകളും സ്വലാത്തുകളും ഒക്കെയാണല്ലോ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരിക. പിന്നെ അതുപോലെ തന്നെ നബിദിനത്തിന് അന്ന് നടത്തുന്ന റാലി, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീടിന് ചുറ്റും പള്ളികൾക്ക് ചുറ്റുമൊക്കെ തൂക്കിയിട്ടിരിക്കുന്ന ലൈറ്റുകൾ, പല കളറിലുള്ള ലൈറ്റുകൾ, ഇതൊക്കെയാണല്ലേ റബീഉൽ അവ്വൽ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത്. എൻ്റെ മനസ്സിലേക്ക് അതൊക്കെ തന്നെയാണ് കേട്ടോ ഓടി വരുന്നത്. അതുപോലെ തന്നെ ഞങ്ങളുടെ മദ്രസയിലൊക്കെ എന്ന് പറയുമ്പോൾ, ഞങ്ങളുടെ നാട്ടിലുള്ള മദ്രസയിൽ എന്നും മൗലൂദ് ഉണ്ടാകും. എല്ലാ മദ്രസയിലും ഉണ്ടാവുമായിരിക്കും. നബിദിന റബീഉൽ അവ്വലായി കഴിഞ്ഞാൽ റബീഉൽ അവ്വൽ 1 മുതൽ 12 വരെ എന്നും മൗലൂദ് ഉണ്ടാകും. അങ്ങനെ മൗലൂദ് ഉണ്ടാക്കുന്ന സമയത്ത് രാത്രി എന്നും നമ്മൾ മൗലൂദിന് പോയി കഴിഞ്ഞാലും മൗലൂദ് കഴിയുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? എന്തെങ്കിലും ചീരിന് കിട്ടും, എന്തെങ്കിലും വടയോ എന്തെങ്കിലുമൊക്കെ കിട്ടും, പഫ്സോ എന്തെങ്കിലുമൊക്കെ ആയിട്ട്, പായസമോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് കിട്ടും. ഇതൊക്കെയാണ് റബീഉൽ അവ്വൽ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത്. റബീഉൽ അവ്വൽ ശരിക്കും നമുക്ക് ആഘോഷത്തിൻ്റെ ഒരു മാസമാണല്ലേ റബീഉൽ അവ്വൽ. നമ്മുടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നൊരു മാസമാണല്ലേ റബീഉൽ അവ്വൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വിട്ട് പിരിഞ്ഞു പോയൊരു മാസവുമാണ് പുണ്യ റബീഉൽ അവ്വൽ. ഒരുപാട് പ്രത്യേകതകളും മഹത്വങ്ങളും പുണ്യങ്ങളൊക്കെ ഉള്ള ഈ ഒരു മാസം എത്ര പെട്ടെന്നല്ലേ കഴിഞ്ഞു പോകുന്നത്. നമ്മളൊന്ന് കണ്ണ് ചിമ്മി തുറക്കുമ്പോഴേക്കും എത്ര പെട്ടെന്നാണ് എല്ലാം കഴിയുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാം മാക്സിമം എന്ത് ചെയ്യുക, നമ്മളെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇത്രയും പുണ്യമാസം വേറെ ഏതുണ്ട്? അതല്ല ഞാൻ പറഞ്ഞത്. ഇത്രയും പുണ്യമാസം നമ്മുടെ അടുത്ത് കിട്ടിയിട്ടും നമ്മൾ എന്ത് ചെയ്യണം? അതിനെ മാക്സിമം ഉപകാരപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് എന്തെങ്കിലും പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ടോ എന്ന് എന്ത് ചെയ്യണം? നമ്മൾ നോക്കണം. അതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ലോകത്തിലേക്ക് വന്ന് ഒരുപാട് മാറ്റങ്ങൾ ഈ ലോകത്ത് വരുത്തിയിട്ടുണ്ടല്ലേ. അതിലേറ്റവും പ്രധാനപ്പെട്ടൊരു മാറ്റത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളെല്ലാവരും ഇപ്പം നല്ല രീതിയിൽ മുസ്ലിങ്ങളായി മുഅ്മിനുകളായിട്ട് ഇവിടെ ജീവിക്കുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെ അല്ലാഹു തആലയോട് പ്രത്യേകം നന്ദി പറയേണ്ട ഒരു മാസമാണ് ഈ റബീഉൽ അവ്വൽ എന്ന് പറയുന്നത്. അല്ലാഹു തആല നമ്മളെ നല്ല രീതിയിൽ ഒരു മുസ്ലിമായിട്ട് മുഅ്മിനായിട്ട് ഈ ലോകത്തേക്ക് സൃഷ്ടിച്ചു വിട്ടു. നമ്മളതിന് നന്ദി പറഞ്ഞേ മതിയാക്കും. അതുപോലെ തന്നെ അല്ലാഹു തആല ഒരുപാട് മാറ്റങ്ങൾ നബിയിലൂടെ ഈ ലോകത്ത് റബീഉൽ അവ്വൽ മാസത്തിൽ, അതായത് നബി ജനിച്ചതിൻ്റെ പകരമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ റബീഉൽ അവ്വൽ മാസം വരുമ്പോഴെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നല്ല നല്ല മാറ്റങ്ങൾ വരുത്താൻ നമ്മൾ ശ്രദ്ധിക്കണം. നല്ല നല്ല പുതിയ ശീലങ്ങൾ കൊണ്ടുവരാൻ നമ്മൾ ശ്രദ്ധിക്കണം. എന്തെങ്കിലുമൊക്കെ ദുസ്വഭാവങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ വെടിഞ്ഞ് പൂർണ്ണമായിട്ടും ഒരു വിശ്വാസിയായി നമ്മൾ മാറണം. ഇതൊക്കെ റബീഉൽ അവ്വൽ മാസം മാത്രം ചെയ്യേണ്ട പണിയല്ല കേട്ടോ ഞാൻ പറയുന്നത്. റബീഉൽ അവ്വൽ മാസം ആകുമ്പോൾ ഒന്നും കൂടി ഞാൻ എന്ത് ചെയ്തതാണ്, നിങ്ങളിപ്പോൾ ഓർമ്മിപ്പിച്ചതാണ്. അത്രയും നല്ല പുണ്യമായിട്ടുള്ളൊരു മാസമായിട്ട് നമ്മളെല്ലാവരും ഇപ്പോൾ മുഅ്മിനീങ്ങളായിട്ട് ജീവിക്കാൻ കാരണമായിട്ടുള്ള ഈ ഒരു മാസത്തിൽ നമ്മൾ ചീത്ത മനുഷ്യരായി ജീവിക്കാതെ നല്ല ശീലങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. ഇനിയിപ്പോൾ നല്ല മനുഷ്യൻ, ഞാൻ നല്ല മനുഷ്യനാണ്, അള്ളാഹുവിനൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കുന്നു വിചാരിച്ച് നിൽക്കുന്നവരും നമ്മുടെ ജീവിതത്തിലേക്ക് പുതിയ എന്തെങ്കിലും നല്ല ശീലങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഈ റബീഉൽ അവ്വൽ മാസത്തിൽ നല്ലൊരു മനുഷ്യരാവുക, നല്ല ശീലങ്ങൾ മനസ്സിലേക്കും പ്രവൃത്തികളിലേക്കൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. വാക്കുകൊണ്ട് പറയുന്നത് പ്രവർത്തിക്കാനും ശ്രദ്ധിക്കുക. അപ്പോൾ എന്തായാലും ഞാനൊരു ചെറിയ കാര്യം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ വീഡിയോയിൽ ചുരുക്കത്തിൽ ഞാൻ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ജീവിതത്തിലേക്ക് എന്തെങ്കിലും ഒരു പുതിയ മാറ്റം കൊണ്ടുവരണം എന്ന് വെച്ചിട്ടാണ്. അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവുമല്ലേ. നിങ്ങൾക്കെന്നല്ല, എല്ലാ മുസ്ലിം ആയിട്ടുള്ള മനസ്സിൽ അള്ളാഹുവിനോട് ഒത്തിരി സ്നേഹമെങ്കിലുള്ള, അല്ലെങ്കിൽ അള്ളാഹുവിന് നമ്മളോട് ഒത്തിരി സ്നേഹമെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് നമ്മൾ എന്നുണ്ടെങ്കിൽ, നമ്മുടെ മനസ്സിലേക്ക് എന്തായാലും ഒരു ചിന്ത വരും, അള്ളാഹുവിലേക്ക് ഒന്നുകൂടെ അടുക്കണം, അള്ളാഹുവിൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടായിട്ട് മാറണം. ഞാനും അള്ളാഹു നമ്മൾ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് തന്നെ ഉണ്ടാക്കണം. എന്നാലേ നമുക്ക് സ്വർഗത്തിലേക്ക് പോകുന്ന സമയത്ത് അള്ളാഹു തആലക്ക് നല്ല രീതിയിൽ നമ്മളെ മുൻപരിചയം ഉണ്ടാകുള്ളൂ അല്ലേ. സ്വർഗത്തിലെ കാരണവരല്ലേ പഠിച്ചോനെ. അപ്പം നമ്മൾ അള്ളാഹുവിനോട് ഇപ്പം തന്നെ ഫ്രണ്ട്ഷിപ്പായിട്ട് നല്ല രീതിയിൽ ഫ്രണ്ടായിട്ട് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടു. അപ്പോൾ എല്ലാം സെറ്റാകും. അപ്പോൾ ഇൻഷാ അല്ലാഹ് അപ്പോൾ എന്ത് ചെയ്യുക, എല്ലാവരും അള്ളാഹുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആക്കുക. അപ്പോൾ അള്ളാഹുവിലേക്ക് അടുക്കണം എന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ തെറ്റുകൾ, നമ്മൾ എന്തെങ്കിലും ദുസ്വഭാവങ്ങൾ ശീലങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കണം. അതുപോലെ തന്നെ ഇബാദത്തുകളിലൊക്കെ ഇബാദത്തുകൾ ചെയ്യാൻ മടിയുണ്ട്, അതൊക്കെ മാറ്റണം. അല്ലെങ്കിൽ എനിക്ക് ഇബാദത്തുകൾ ചെയ്യാൻ മടിയൊന്നുമില്ല, പക്ഷെ എനിക്ക് എൻ്റെ റബ്ബിലേക്ക് ഒന്നുകൂടെ അടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒക്കെ
പറ്റും നിങ്ങൾക്കൊരു അടിപൊളി സംഭവം ഞാൻ പറഞ്ഞുതരാം. ഖുർആനിക് റൂട്ട്സ് അക്കാഡമിയുടെ നല്ല മനുഷ്യനാകാം എന്ന് പറയുന്ന ക്ലാസ് നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ നല്ല മനുഷ്യൻ തന്നെയാണ്, ഇനിയിപ്പോൾ ഇതിലപ്പുറം നല്ല മനുഷ്യനാകുന്നത്. അങ്ങനെയൊന്നുമല്ലടോ. അതായത് ഇപ്പോൾ നമുക്ക് അള്ളാഹുവിലേക്ക് നല്ല രീതിയിൽ അടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ക്ലാസ് ഉപകരിക്കും. നിസ്കരിക്കാനും ഇബാദത്തുകൾ ചെയ്യാനും മറ്റു കാര്യങ്ങൾക്ക് മടി ഉണ്ടെന്നുണ്ടെങ്കിൽ, പിന്നെ വാശി, ദേഷ്യം, ക്ഷമകേട് ഇങ്ങനത്തെ ശീലങ്ങളൊക്കെ മാറാനും മറ്റെന്തെങ്കിലും ദുസ്വഭാവങ്ങൾ നമ്മുടെ മനസ്സിൽ കടന്നു കൂടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറാനും പൂർണ്ണമായിട്ടും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ക്ലാസ്സാണിത്. പൂർണ്ണമായിട്ടും മുഅ്മിനായിട്ടുള്ള വിശ്വാസിയാകണോ നിങ്ങൾക്ക്, എങ്കിൽ നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ കയറാൻ പറ്റും. ഒരിക്കലും നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ നിങ്ങൾ ചേർന്ന് കഴിഞ്ഞാൽ വെറുതെ ആകില്ല. 20 ദിവസത്തെ ക്ലാസ്സാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. 20 ദിവസം മുമ്പ് നിങ്ങൾ ക്ലാസ് ചേർന്ന് നിങ്ങളായിരിക്കില്ല ക്ലാസ് കഴിഞ്ഞ് പുറത്ത് വരുന്ന സമയത്ത്. അത്രയും നല്ല രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ സ്വഭാവത്തിലൊക്കെ മാറ്റം വന്നിട്ടുണ്ടാകും. ഇപ്പോൾ ഒരു പുണ്യ റബീഉൽ അവ്വൽ മാറ്റത്തിൻ്റെ മാസത്തിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്യണം. നമുക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ മാറ്റങ്ങൾ ഉണ്ടാക്കാം, നല്ലൊരു മാറ്റം വരുത്താം, നല്ലൊരു ചേഞ്ച് ഉണ്ടാക്കാം ഇൻഷാ അല്ലാഹ്. നമ്മുടെ സ്വഭാവത്തിലും ജീവിതത്തിലും ഒക്കെ, നമ്മുടെ ജീവിത രീതികളിലൊക്കെ നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ ചേർന്ന് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് നിങ്ങളുടെ ജീവിതം ഒരു ചിട്ടയാവും കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യണം, എല്ലാവരും ഇതിൽ ജോയിൻ ചെയ്യുക. പിന്നെ ഫീ വരുന്നത് 500 രൂപയാണ്. ബാച്ച് ആണെങ്കിൽ 500, പേഴ്സണലൈസ്ഡ് ക്ലാസ്സുകളാണെങ്കിൽ 700. എന്തായാലും നിങ്ങളുടെ കാശ് വെറുതെയാകില്ല, അത് ഞാൻ 100% ഉറപ്പ് പറയാണ്. 500 രൂപ അല്ലെങ്കിൽ 700 രൂപ അത് ശരിയാവില്ല. വല്ല ഫീ ഇല്ലാത്തതാണെങ്കിൽ നോക്കേനു എന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാരോട് നമ്മൾ എത്ര പൈസ അനാവശ്യമായിട്ട് ചിലവാക്കുന്നു. പടച്ചോൻ്റെ അടുക്കൽ നമുക്കൊരു ചോദ്യം വരും ഖിയാമത്ത് നാളിൽ. എന്തായാലും 4 ചോദ്യങ്ങൾ ചോദിക്കും. അതിൽ 2 ചോദ്യം ഞാൻ പറഞ്ഞുതരാം. നീ നിൻ്റെ പണം എങ്ങനെ ചിലവഴിച്ചു, നീ നിൻ്റെ ധനം എങ്ങനെ ചിലവഴിച്ചു, പിന്നെ അതുപോലെ തന്നെ നീ നിൻ്റെ സമയം എന്തിന് ചിലവഴിച്ചു. ഇത് രണ്ടിനും ഉത്തരം നൽകാൻ പറ്റുന്ന ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ റേഞ്ച് ഒന്ന് വേറെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സമ്പത്ത് നമ്മുടെ പൈസകൾ നമ്മൾ എന്ത് ചെയ്ത് അനാവശ്യമായിട്ട് ചിലവാക്കുന്നതിന് പകരമായിട്ട് ഇങ്ങനെ എന്തെങ്കിലും നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും എന്താണ് അത് ഗുണമാണ്. അപ്പോൾ എന്ത് ചെയ്യുക, താല്പര്യമുള്ളവരൊക്കെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. ഇനി എനിക്ക് ഇത്രയേ ഉള്ളൂ പറയാൻ. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടതെന്നും കൂടി പറഞ്ഞുതരാം. ഈ വീഡിയോൻ്റെ താഴെ മോർ എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് കിടക്കും. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ അവിടെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ഒരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കാണ്. ഒരു വെറും വാട്സപ്പ് ഗ്രൂപ്പ് അല്ല കേട്ടോ, അത് വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പാണ്. കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ പ്രത്യേകത, ഇപ്പോൾ യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഒരുപാട് പേരെന്ത് ചെയ്യും, നമ്മുടെ ഇതിൽ ജോയിൻ ആകും. അപ്പോൾ പരസ്പരം നമ്പറുകൾ കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അഡ്മിന് മാത്രമേ പരസ്പരം നമ്പർ കാണാൻ പറ്റുള്ളൂ കേട്ടോ, അഡ്മിന് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾക്കും വേറെ ആരുടെ നമ്പറും കാണാൻ പറ്റില്ല, അഡ്മിൻ്റെ നമ്പർ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അതാണ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ പ്രത്യേകത. അപ്പോൾ എന്ത് ചെയ്യുക, താല്പര്യമുള്ളവർ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഗ്രൂപ്പിൽ ജോയിൻ ആവുക. അപ്പം നമ്മൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വിളിക്കുന്നതാണ്. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പേയ്മെൻ്റ് ഒക്കെ ചെയ്തിട്ട് നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ ഇൻഷാ അല്ലാഹ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഈ റബീഉൽ അവ്വൽ മാസത്തിൽ നമുക്ക് എല്ലാവർക്കും നല്ല ചേഞ്ചുകൾ, നല്ല മാറ്റങ്ങൾ അല്ലാഹു നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.